ചങ്ങനാശ്ശേരിക്കടുത്ത് ഒരു സ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണിത്. തെരുവിൽ പലയിടത്തായി കുഞ്ഞുങ്ങൾ ധാരാളം ഉപേക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇതുപോലെ കൂടിനുള്ളിലാക്കി ഉപേക്ഷിക്കപ്പെടുന്നത് ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ഒന്ന് തിരിയാനോ മറിയാനോ ഇടമില്ലാത്ത ഈ കൂട്ടിൽ രാത്രിയിൽ എപ്പോഴോ മുതൽ ഈ ഒരേ കിടപ്പായിരിക്കണം. ഭക്ഷണവും വെള്ളവും ഒന്നുമില്ലാതെ. ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും വൈകുന്നേരമായിരുന്നു. അവരെ ഏറ്റെടുത്തു കൊള്ളാമെന്നൊരു കുടുംബം അറിയിച്ചതിനെ തുടർന്ന് ഞങ്ങളവരെ അവിടെ എത്തിച്ചു. ഇത്തരമൊരു കൂടിനുള്ളിൽ ഉപേക്ഷിക്കണമെങ്കിൽ അതാരായിരിക്കണമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ഈ 2 കുഞ്ഞുങ്ങളും നല്ല ആരോഗ്യമുള്ളവരായിരുന്നു. എന്തായാലും ഉപേക്ഷിക്കുന്നത് വരെ അവർ നല്ലപോലെ ആഹാരമൊക്കെ കൊടുത്തിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ കമ്പോളത്തിൽ വിറ്റ് പോകാതിരിക്കാൻ ഇവർക്കൊരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇവർ പെൺകുഞ്ഞുങ്ങളായിരുന്നു എന്നുള്ളതാണ്. നിവർന്നൊന്നിരിക്കാൻ പോലും സാധിക്കാതിരിക്കുന്ന ഈ കൂടിനുള്ളിൽ കുടുങ്ങിപ്പോയവരെ എത്രയും വേഗം അതിൽ നിന്ന് പുറത്തെടുക്കുക എന്നുള്ളതായിരുന്നു അടുത്ത ഉദ്യമം. പക്ഷേ കൂടുമലർക്കെ തുറന്നിട്ടിട്ടും അവരതിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ല. അവരുടെ ശരീരം ആ കൂട്ടിനുള്ളിലെ അസ്വാതന്ത്ര്യമായിട്ടങ്ങ് താതാത്മ്യപ്പെട്ടു പോയെന്ന് തോന്നുന്നു. തലേദിവസം മുതൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന കുഞ്ഞുങ്ങളായതുകൊണ്ട് പെഡിഗ്രിയൊക്കെ കാണിച്ച് പ്രലോഭിപ്പിച്ച് വെളിയിലിറക്കുക തന്നെ ചെയ്തു. വെളിയിലിറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഈ പൂർണ്ണമായിട്ട് ഈ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നത്. ദേഹത്തൊരു ചെള്ളു പോലും ഇല്ലാതെ വളരെ സുന്ദരികളായ 2 പെൺകുഞ്ഞുങ്ങൾ. എന്തായാലും ഇത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും മറ്റൊരു തമാശ. ഈ കൂടിനുള്ളിലെ അസ്വാതന്ത്ര്യത്തിലേക്ക് വീണ്ടും അവൾ കയറിപ്പോകുന്നത് കണ്ടോ. മറ്റേ ആ ചുവന്ന കുട്ടി അങ്ങനെ തന്നെ കയറിയായിരുന്നു ഒരു തവണ. സത്യത്തിൽ ഈ സാധുജീവികളുടെ ഈ സ്വഭാവമാണ് അവരെ എന്നും ട്രെയിൻ ചെയ്ത് അടിമകളാക്കി വെക്കാൻ നമുക്ക് സഹായകരമായിട്ട് തീരുന്നത്. കുറച്ചു നേരം പുറത്തെ സ്വാതന്ത്ര്യത്തിൽ ഓടിക്കളിച്ച് കഴിഞ്ഞ് അവരെ കൈകളിലെടുക്കുമ്പോൾ ചെയ്തു കൊടുത്ത ഉപകാരത്തിൻ്റെ സ്മരണ പോലെ, സ്നേഹസ്മരണ പോലെ എനിക്ക് അവർ ചുംബനമൊക്കെ തന്നു. അങ്ങനെ അവരെത്തിപ്പെട്ട വീട് വളരെ സ്നേഹമുള്ളവരുടെ ഒരു ഭവനമായിരുന്നു. വളരെ സ്നേഹത്തോടു കൂടിയാണ് ആ കുഞ്ഞുങ്ങളെ അവർ സ്വീകരിച്ചതും പരിപാലിച്ചതും. ഇണപിരിയാത്ത വിധം അവരെ സ്വീകരിക്കാനും പിന്നീട് ഇണപിരിയാത്ത വിധം അവരൊരുമിച്ച് ജീവിക്കുവാനും അവർക്കിടയാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ മടങ്ങിപ്പോന്നു.